6ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം കൃത്യമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലിസാനുൽ ഖുർആൻ അദ്ദറസു സാബിഅ, പാഠം 7. വൽ തകുൻ മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നും ഒരു വിഭാഗം ഉണ്ടാവട്ടെ. ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തൻ്റെ നാഥനുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ. വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായ ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. ഫൽ യൻളുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി, മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കട്ടെ കൽപ്പനയാണ്. ഖാലൽ ഉസ്താദു, ഉസ്താദ് പറഞ്ഞു, ലിയക്തുബ് കുല്ലു തോലിബിൻ ഫി ദഫ്തരിഹി, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ നോട്ടുബുക്കിൽ എഴുതട്ടെ, അതും കൽപ്പനയാണ്. ഇനി അൽ കലിമാത്തുൽ മുലവ്വനത്തു, ഇവിടെ നിറം കൊടുത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ലി യഅമൽ, ലി തകുൻ, ലി യൻദുർ, ലി യക്തുബ്, കുല്ലുഹ അംറു ഗായിബ്. ഇതെല്ലാം അംറു ഗായിബാണ്. അംറ് ഹാദിർ നമ്മൾ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസാന്നിധ്യത്തിലുള്ളവരോടുള്ള കൽപ്പനകളാണ് ഈ നിറം കൊടുത്ത ക്രിയകളെല്ലാം. ഖദ് ദറസന ഫിദ്ദറസി സാബിക്ക് അനിൽ അംറിൽ ഹാദിർ, അംറ് ഹാദിറിനെ സംബന്ധിച്ച് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അൽ ഹംറുൽ ഹാദിറു, ഹംറ് ഹാദിർ എന്ന് പറഞ്ഞാൽ ഫിഅലുൻ യദുല്ലു അലാ തൊലബി അംരി മിൻ മുഖാത്തബിൻ. അംറ് ഹാദിർ എന്നത് അഭിസംബോധന ചെയ്യുന്നവരിൽ നിന്ന് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അംറ് ഹാദിറിൻ്റെ അറബിയിലും മലയാളത്തിലുമുള്ള ഡെഫിനിഷൻ ഓരോരുത്തരും നിർബന്ധമായും പഠിച്ചിരിക്കണം. വൈദാ കാനത്ത് തലബു ലി ഗൈരി മുഖാത്തബിൻ യകൂനുൽ അംറു ഗായിബൻ, ആവശ്യപ്പെടൽ സാന്നിധ്യത്തിലില്ലാത്തവരോടായാൽ ആ കൽപ്പന അംറ് ഗായിബായിത്തീരും. നമ്മൾ പറഞ്ഞിരുന്നു, സ്ഥലത്തുള്ളവരോടാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കൽപ്പിച്ചത്. നീ ചെയ്യേ, നിങ്ങൾ 2 പേർ ചെയ്യേ, നിങ്ങൾ ഒരുപാട് പേർ ചെയ്യേ, അത് ബോയ് ആവട്ടെ ഗേൾ ആവട്ടെ. ഇനി ഇത് സ്ഥലത്തില്ലാത്തവരോടാണ്, അസാന്നിധ്യം, സാന്നിധ്യത്തിലില്ല, അവൻ ചെയ്യട്ടെ, അവർ 2 പേർ ചെയ്യട്ടെ, അവർ കുറേ പേർ ചെയ്യട്ടെ, അത് ബോയ് ആവട്ടെ ഗേൾ ആവട്ടെ. ഇനി വൈദാ കാനത്ത് തൊലബു, ഇനി യുക്കവ്വനുൽ അംറുൽ ഗായിബു, അംറു ഗായിബ് ഉണ്ടാകുന്നത് മിനൽ മുലാരിയിൽ ഗായിബ്, മുലാരി ഗായിബിൽ നിന്നാണ്. എങ്ങനെ? ബി സിയാദത്തി ലാമി മക്സൂറത്തിൻ, കസറാക്കപ്പെട്ട ലാമിനെ വർദ്ധിപ്പിക്കൽ കൊണ്ട്, ഫി അവലിൽ മുലാരി, മുലാരിൻ്റെ ആദ്യത്തിൽ, വ സുക്കൂനിൽ ആഖിരി, അവസാനത്തിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടും. അപ്പോൾ മുലാരിയിൽ നിന്ന് അംറ് ഗായിബ് ഉണ്ടാക്കുന്ന രൂപം മുലാരിയുടെ ആദ്യത്തിൽ കസറാക്കപ്പെട്ട ലാമിനെ ചേർക്കുകയും അവസാനത്തിൽ സുക്കൂൻ ചെയ്യലുമാണ്. അത്രയേ ഉള്ളൂ. ആദ്യത്തിൽ ഒരു ലാം കൊടുക്കുക, അവസാനത്തിൽ സുക്കൂൻ ചെയ്യുക. ഇനി മിസാലുലിൽ അംറുൽ ഗായിബ്, അംറു ഗായിബിൻ്റെ ഉദാഹരണങ്ങൾ. ലി യദുറുസ്, അപ്പോൾ ആദ്യത്തിൽ കസറുള്ള ലാമും അവസാനത്തിൽ യദുറുസു എന്നുള്ളത് മാറി എന്തായി? സ് എന്നായി. സു എന്നുള്ളത് സ് ആയി. ലി യദുറുസ് കുല്ലു തോലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. ലി യുക്കമ്മിൽ കുല്ലു ആമിലിൻ അമലഹു, എല്ലാ തൊഴിലാളിയും അവൻ്റെ ജോലി പൂർത്തിയാക്കട്ടെ. ലി യൽ അബ്, കണ്ടില്ലേ? ലി യൽ അബ് കുല്ലു ദാരിസിൻ ഫി വക്തിൽ ലഅബി, കളി സമയത്ത് എല്ലാ വിദ്യാർത്ഥിയും കളിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ അംറ് ഗായിബിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതോടെ അംറ് ഹാദിർ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇനി അമ്രു ഓയിബിനെ എങ്ങനെയാണ് സൊറഫാക്കുന്നത്? തൊസ്രീഫുൽ അമ്രു ഓയിബ് ലി എജിലിസ്. ഇപ്പം എജിലിസു എന്നുള്ളതിൽ നിന്നാണല്ലോ അമ്രു ഓയിബ് വരിക. എജിലിസു എന്നുള്ളത് എന്താകും? ലി എജിലിസ് ആവും. അമ്രിൻ്റെ ലാബും പിന്നെ സുക്കൂനും അത് കൂടിയപ്പോൾ ലി എജിലിസായി. ആ എജിലിസിനെ എങ്ങനെ സർഫാക്കും? ലി എജിലിസ്, ലി എജിലിസ, ലി എജിലിസു, ലി തെജിലിസ്, ലി തെജിലിസ, ലി എജിലിസിന. അപ്പോൾ ആദ്യത്തെ ആ മൂന്നും ആണുങ്ങളോടുള്ള കൽപ്പനയും രണ്ടാമത്തെ ലൈനിലുള്ള മൂന്നെണ്ണം സ്ഥലത്തില്ലാത്ത സ്ത്രീകളോടുള്ള കൽപ്പനയുമാണ്. അടുത്തത് ലി അമൽ, ലി അമല, ലി അമലു, ലി തഅമൽ, ലി തഅമല, ലി അമൽന. അടുത്തത് ലി അർഹം, ലി അർഹമ, ലി അർഹമു, ലി തർഹം, ലി തർഹമ, ലി അർഹംന. ഓരോന്നിൻ്റെയും അർത്ഥം അവിടെ താഴെയുണ്ട്, നമുക്ക് വേഗത്തിൽ നോക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ആദ്യത്തെ ഒന്ന് ആണുങ്ങളോട്, പിന്നെ രണ്ടാമത്തത് രണ്ടാണുങ്ങളോട്, മൂന്നാമത്തത് മൂന്നാണുങ്ങളോട്, അതേപോലെ തന്നെ പെണ്ണുങ്ങളോടും, അത്രയേ ഉള്ളൂ. ഇനി നുക്കമ്മിലു ബിൽ അംറിൽ മുനാസിബിൻ, യോജിച്ച അമ്ര കൊടുക്കാനാണ്. യാ വലതു, ഓ കുട്ടിയെ, ഇദ്ഹബ്, നീ പോവുക. അപ്പോൾ ഓ കുട്ടി എന്ന് വിളിച്ചിട്ട് നമ്മൾ സ്ഥലത്തില്ലാത്ത അവസ്ഥ ആ രൂപത്തിൽ പറയില്ലല്ലോ. സ്ഥലത്തുള്ള കുട്ടിയെയല്ലേ നമ്മൾ ഓ കുട്ടിയെ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഇദ്ഹബ് വന്നത്. ഇനി അൽ ബിൻതുൽ യദുറുസ്, പെൺകുട്ടി പഠിക്കട്ടെ, ലി തദുറുസ്. യാ താ വന്നത് പെൺകുട്ടി ആയതുകൊണ്ടാണ്. യാ തോലിബാനി ഇജ്ലിസ, വിദ്യാർത്ഥികളെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കൂ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ആണാണോ പെണ്ണാണോ, ഏകവചനമാണോ ബഹുവചനമാണോ രണ്ടെണ്ണമാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അത്തുല്ലാബു ലിയക്റവു, വിദ്യാർത്ഥികൾ വായിക്കട്ടെ. യാ നിസാഉ ഉൻസുർന, സ്ത്രീകളെ നിങ്ങളെല്ലാം സഹായിക്കുക. അൻ നിസാഉ ലിയഷ്റബ്ന, സ്ത്രീകളെല്ലാം കുടിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗത്തിൽ. കാരണം കഴിഞ്ഞ പാഠത്തിൽ ഇതിൻ്റെ അമ്രിൻ്റെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ ചർച്ച ചെയ്തതാണ്. അമ്രു ഹാലറിൻ്റെ പാഠത്തിൽ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അമ്ര് ഓയിബിനെ കുറിച്ച് ചെറിയ രൂപത്തിലേ പരാമർശിക്കേണ്ടതുള്ളൂ. അമ്ര് ഹാലർ മനസ്സിലാക്കിയ ഒരാൾക്ക് അല്പം മാത്രമേ അമ്രു ഓയിബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഈ പാഠം ഇത്ര കുറഞ്ഞു പോയത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റിലൂടെ അറിയിക്കുക. ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നമുക്ക് വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റു 2 വീഡിയോകളുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.